ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു ജ്വലനം ഈ കാലഘട്ടത്തിൽ നമ്മളിലെല്ലാം ശക്തമായി ആവസിക്കട്ടെ. ഈശോ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, കർത്താവ് ഭൂമിയിലേക്ക് നിക്ഷേപിച്ച തീയാണല്ലോ പരിശുദ്ധാത്മാവ്. ആദ്യ പന്തക്കുസ്തായിൽ ആ തീനാളം എത്രത്തോളം ശക്തമായി ശ്രീഹന്മാരിൽ ഇറങ്ങിയെന്നും ജ്വലിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരിലേക്കും ഈ വലിയ ജ്വലനം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വലിയ അഗ്നിയുടെ ഇടപെടലായിട്ടാണല്ലോ വിശുദ്ധഗ്രന്ഥം മുഴുവനും ഓർമ്മപ്പെടുത്തുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 10:17 ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. കർത്താവിൻ്റെ ആത്മാവ് പ്രവേശിക്കുമ്പോൾ മാലിന്യ മേഖലകളെല്ലാം നിർവീര്യമാകും. മുള്ളുകളും മുൾച്ചെടികളും ചാബല്യങ്ങളും എല്ലാം വിട്ടുപോയിക്കൊള്ളും. ജഡപ്രേരണകളെല്ലാം നിർവീര്യമായിക്കൊള്ളും. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ആവർത്തിച്ച് പറയും, ഈ ആത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്, ജെറൂസലേം വിട്ടു പോകരുത്. ലൂക്കാ സുവിശേഷം 24:49 നടപടി 1:4 എല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരേ ഒരു കാര്യം, ഈ ആത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ പ്രേരണകളെ അതിജീവിക്കാൻ ഈ ആത്മാവിൻ്റെ കരുത്ത് നമ്മളിൽ ജ്വലിക്കണം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജീവിതത്തെ സാധ്യമാക്കുന്നത്, ദൈവത്തിന് ഹിതം ചേർന്ന് ജീവിതത്തെ സൂക്ഷിക്കാൻ നമ്മളെ കരുത്ത് പിടിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാഗ്നിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തമായ ഒരു ആത്മീയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നമ്മളെ നിറയട്ടെ. സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് അറിയിക്കുന്നതും അങ്ങനെ തന്നെയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നില്ലേ, അവൻ ജലത്താലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ അഗ്നിയാൽ നമ്മളെ സ്നാനപ്പെടുത്തും. അവൻ നമ്മളിലേക്ക് ചൊരിയുന്ന ഈ അഗ്നി ഇത് ജ്വലിക്കട്ടെ. പ്രിയമുള്ളവരെ, മന്നോഷ്ണ മേഖലകളെല്ലാം നീങ്ങിപ്പോകട്ടെ. വെളിപാട് 2:4 വെളിപാട് 3:15, 16 വചനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന പോലെ മന്നോഷ്ണതയുടെ മേഖലകൾ, വഴിമാറിയ മേഖലകൾ എല്ലാം വിട്ടുപോയി തീക്ഷ്ണതയോടെ കരുത്തോടെ ദൈവവചനം ജീവിക്കാനുള്ള ഒരു വലിയ ചൈതന്യം ഈ കാലഘട്ടത്തിൽ നമ്മളിലേക്ക് ഈ പന്തക്കുസ്താ തിരുനാളിലൂടെ നിക്ഷേപിക്കപ്പെടട്ടെ. ലൂക്കാ 1:35 അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുമ്പോഴാണ് നാം ശക്തിയുള്ളവരാവുക. ജഡപ്രേരണകളെയൊക്കെ അതിലംഘിക്കാനുള്ള വലിയ കരുത്ത് നമ്മൾ നിക്ഷേപിക്കപ്പെടും. തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പന്തക്കുസ്താ തിരുനാളിലേക്കുള്ള ഈ ഒരുക്കത്തിൽ ഈ വലിയ അഗ്നി നമ്മളിൽ ജ്വലിക്കാൻ, ഈ അഭിഷേകത്തിൻ്റെ തീ നമ്മളിൽ പടരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ വായിക്കുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വചനം, അവൻ്റെ സന്ദർശനത്തിൽ അവർ പ്രകാശിതരാകും, വൈക്കോലിൽ തീപ്പൊരി പോലെ അവർ കത്തിപ്പടരും. ഒരു കത്തല്, ഒരു ജ്വലനം, ഒരാളിപ്പടർച്ച നമ്മൾ ഓരോരുത്തരിലും സംഭവിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ, കുരിശടയാളത്തിൽ, പൗരോഹിത്യ അധികാരത്തിൽ നിങ്ങൾ ഓരോരുത്തരെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.